എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഹെൽത്തി ജ്യൂസാണ്. ഈ ഒരു ജ്യൂസ് മാത്രം മതിയാകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ട് കഴിക്കാനും ഇത് തന്നെ മതിയാകും. ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു ജ്യൂസ് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രമേഹം ബാധിച്ചിട്ടുള്ള അച്ഛനമ്മമാർക്ക് വരെ കഴിക്കാൻ പറ്റിയ പാകത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മധുരമൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഹെൽത്തി മിൽക്ക് ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് മാറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ജ്യൂസിൽ നമ്മൾ മധുരത്തിനായിട്ട് ഈത്തപ്പഴമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിനോടൊപ്പം തന്നെ ഞാനിവിടെ 25 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുകൂടെ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിന്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞത് ഇതിലേക്ക് തന്നെ ചേർക്കാം. ഇനിയിപ്പോൾ ബീട്രൂട്ടും ഈത്തപ്പഴവും നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ഈത്തപ്പഴവും ഒക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. താഴേക്കിറക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. ബീട്രൂട്ട് ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് 1/4 കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർക്കാം. റാഗിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കട്ടകളില്ലാതെ തന്നെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. റാഗിപ്പൊടി കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പാല് ചേർക്കണം. ഇപ്പോൾ നമ്മുടെ റാഗിപ്പൊടി നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ റാഗി നല്ലതുപോലെ തിളച്ച് കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 1/2 ലിറ്റർ പാല് ചേർക്കാം. ഇത് തിളപ്പിക്കാത്ത പാലാണ് ചേർക്കുന്നത്. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി റാഗിപ്പൊടിയും പാലും കൂടെ ചേർന്ന് ഒന്നുകൂടെ തിളച്ച് വരണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലും ഒന്ന് ചെറുതായിട്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് അരച്ചത് ഇതിലേക്ക് ചേർക്കണം. അങ്ങനെ പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് ഈത്തപ്പഴം പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് കുറുകിയ പാകത്തിലേക്കായി വരണം. അതുവരെയും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് മധുരം ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ഒരുപാട് മധുരമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് മിൽക്ക് ജ്യൂസ് ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഒന്നും കൂടെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്കായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ കട്ടി കുറച്ച് ചെയ്തെടുക്കണം ഇഷ്ടമെങ്കിൽ ഇതിലേക്ക് പാല് കുറച്ചുകൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരം കുറച്ചുകൂടെ ചേർക്കണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. നമ്മുടെ വീട്ടിലുള്ള ഡയബറ്റിക് പേഷ്യൻസിന് വരെ കുടിക്കാൻ പറ്റിയ പാകത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നും കൂടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മധുരം ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ മധുരം കുറച്ചുകൂടെ ഒക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ മധുരം ആവശ്യമാണെങ്കിൽ ഇതുപോലെ കൽക്കണ്ടം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഏലക്കപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറി വരുമ്പോൾ 2 സെർവിംഗ് ഗ്ലാസ്സിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഹെൽത്തി ജ്യൂസ് 8 ഗ്ലാസ് അളവുണ്ടാകും. നിങ്ങൾക്ക് കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ചേരുവകളുടെ 4/1 ഭാഗം എടുത്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകളിൽ നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.